ബിക്കോസ് നമുക്കറിയില്ല. ഇപ്പം നമ്മളടുത്ത് ഒരാൾ ചിരിച്ച് നല്ല തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ എന്തിനീ ഈ കോഴ്സ് എടുത്തു. അത് അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ അലോഷ്യസി പഠിച്ചവർക്ക് മനസ്സിലാവും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കുറേ ആൾക്കാർക്ക് ഈ ഒരു ടോപ്പിക്ക് റിലേറ്റബിൾ ആയിരിക്കും, അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്നോട് ഈ വക കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ മേ ബി ചില ഡിസിഷൻസ് ഞാൻ ലൈഫിൽ എടുക്കില്ലായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഇപ്പം നിങ്ങളൊരു +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ UG കഴിഞ്ഞ് PG എടുക്കാനായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് വാച്ച് ദിസ് വീഡിയോ. നിങ്ങളിത് കണ്ടിരിക്കണം, ബിക്കോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാനിതിൽ പറയുന്നുണ്ട്. സോ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് അന്വേഷിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന സോഴ്സ് യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ അന്വേഷിക്കുക. കോളേജിനെ പറ്റിയിട്ടും ആ കോഴ്സിനെ പറ്റിയിട്ടും, ആ കോഴ്സിന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പുറത്ത് പോകാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം സാലറി പാക്കേജ് എന്തൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക അന്വേഷിക്കാൻ പറ്റുമോ അതെല്ലാം അന്വേഷിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അന്വേഷിച്ചിട്ട് ആ കോഴ്സ് എടുക്കുക. ഓൾസോ കോളേജ് ചൂസ് ചെയ്യുമ്പോഴും അതുപോലെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ഉണ്ടോ, അല്ലെങ്കിൽ കോളേജ് എങ്ങനെയാണ്, ഫാക്കൽറ്റീസ്, അവിടുത്തെ അക്കാഡമിക്സ് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ നല്ലതുപോലെ അന്വേഷിച്ചറിഞ്ഞിട്ടേ ഒരു കോഴ്സും ഒരു കോളേജും ചൂസ് ചെയ്യാവൂ. അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ ഇഷ്ടമില്ലാത്തൊരു കോഴ്സ് എടുത്ത് പഠിക്കാൻ നിൽക്കരുത്. ഇപ്പം പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഷർ നമുക്ക് ഉണ്ടാവും അല്ലേ. അവർ ചിലപ്പോൾ പറയും ഇന്ന കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ, അവർ പ്രിഫർ ചെയ്യുന്ന കൂടുതലും ഇങ്ങനത്തെ കുറച്ച് ഇതാണ്. ഡോക്ടേഴ്സ് ആവുക, എഞ്ചിനീയേഴ്സ് ആവുക, അല്ലെങ്കിൽ അങ്ങനെ നഴ്സിങ്ങിന് പോവുക. അപ്പം കുറേ ആൾക്കാർ പോകുന്നുണ്ട് അങ്ങനെ. അപ്പം ചില ആൾക്കാർ വീട്ടുകാർ പറഞ്ഞ് പ്രഷർ ചെയ്ത് അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ട്, സമാധാനത്തിന് വേണ്ടിയിട്ട് പോയിട്ട് എടുക്കും. അവസാനം എടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് ചിലപ്പോൾ ഈ ഒരു കോഴ്സ് ഒട്ടും പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അവർ കഷ്ടപ്പെട്ട് അതിങ്ങനെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ അവർക്ക് പറ്റാണ്ടായി ഡ്രോപ്പ് ചെയ്തിട്ട് വരിക. അപ്പം ഇങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസ് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള കോഴ്സ് എടുക്കുക. അല്ലാണ്ട് നാട്ടുകാരോ വീട്ടുകാരോ അല്ലെങ്കിൽ കൂട്ടുകാരോ അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട് ചില ടൈപ്പ് ഓഫ് കുട്ടികളുണ്ട്. ഇപ്പം അവരുടെ ഫ്രണ്ട്സ് ഇന്ന കോഴ്സ് എടുത്തു എന്ന് പറഞ്ഞിട്ട് അതിലോട്ട് പോവുക, ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ കൂടെ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, നിങ്ങൾ ഫ്യൂച്ചറിൽ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പുകളാണ് നിങ്ങൾ ഇപ്പോഴേ എടുത്തുകൊണ്ടിരിക്കുന്നത്. അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. സോ യു ഹാവ് ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാണോ അതിനെപ്പറ്റി എന്താ പറയുക അന്വേഷിച്ച് അത് എടുക്കാൻ ശ്രമിക്കുക. അത് ഇഷ്ടപ്പെട്ടൊരു കോഴ്സ് പഠിക്കാൻ നോക്കുക. അല്ലാണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച് അവസാനം ഫ്യൂച്ചറിൽ ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിട്ട് നിൽക്കരുത്. PG എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പം UG ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ആൾക്കാരിങ്ങനെ PGക്ക് പോകാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കും. ചില ആൾക്കാരുണ്ട്, അതായത് സെയിം കോഴ്സ് എടുത്ത കോഴ്സിൻ്റെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു പോകുന്നവരുണ്ടായിരിക്കും. ചില ആൾക്കാരുണ്ട് എന്നെ പോലെ ഒരു ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു കോഴ്സ് പോയിട്ട് അങ്ങോട്ട് എടുക്കും. എടുക്കും. അതായത് എന്തുകൊണ്ടാണ് അവർ എടുക്കുന്നതെന്നുള്ളതിൽ അവർക്കും ഒരു ഉത്തരം ഉണ്ടാവില്ല. അവരെന്തുകൊണ്ട് അങ്ങനെ എടുത്തു, അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി ചില ആൾക്കാർക്ക് UGക്ക് ആ കോഴ്സ് കിട്ടാണ്ട് പോയിട്ട് PGക്ക് അത് പഠിക്കാൻ അവസരം കിട്ടിയിട്ട് പോയി പഠിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഒരു കാറ്റഗറി. പിന്നെ ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചെടുക്കുന്ന ആൾക്കാർ രണ്ടാമത്തെ ആൾക്കാർ. പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തിൻ്റെങ്കിലും ഒരു PG മതി, ഇത് മതി, എനിക്കൊരു PG അല്ലെങ്കിൽ ഒരു MSc എടുത്തു എന്നുള്ളൊരു പേര് മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മളടുത്ത് ആദ്യം ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും: എന്തുകൊണ്ട് നിങ്ങൾ ഈ ഫീൽഡ് വിട്ടിട്ട് ഇങ്ങോട്ട് വേറൊരു ഫീൽഡിലോട്ട് വന്നു? അതൊക്കെ ഉത്തരം പറയാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വേറൊരു കോഴ്സ് എടുത്ത് പഠിക്കാൻ എന്നെക്കൊണ്ട് പറ്റും, ഈ ഒരു ഫീൽഡ് അല്ലെങ്കിൽ കൂടി എനിക്കത് പഠിക്കാൻ പറ്റും എന്നുള്ള ഫുൾ കോൺഫിഡൻസ്, അല്ലെങ്കിൽ നിങ്ങൾ അത് ഇഷ്ടപ്പെട്ട് മാത്രമേ എടുത്ത് പഠിക്കാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ ഇങ്ങനെ റിഗ്രറ്റ് അടിച്ചിട്ട് ഇങ്ങനെ പണ്ടാരമായിട്ടിരിക്കും. ബിക്കോസ് ഞാൻ അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എടുത്ത കോഴ്സ് എനിക്ക് എടുക്കണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ബട്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ബിക്കോസ് കോഴ്സ് കഴിഞ്ഞു, പാസ്സുമായി. അപ്പോൾ അതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഞാനതാ പറയുന്നത്, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ആ ഒരു ഫീൽഡിലുള്ളത് തന്നെ എടുത്ത് പോകാൻ നോക്കുക. അഥവാ നിങ്ങൾക്ക് ഇനി അത് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ്, അത്യാവശ്യം നല്ല ഒരു കോഴ്സ് എടുക്കാൻ നോക്കുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിക്കുള്ള. അല്ലാണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഫ്യൂച്ചറിൽ
റിഗ്രറ്റ് ചെയ്യും, കൺഫ്യൂഷൻ അടിച്ച് നിൽക്കും. ബിക്കോസ് പിന്നെ നമുക്ക് വേറെ വഴിയില്ല. ബിക്കോസ് അപ്പം തന്നെ നമുക്കൊരു ഏജ് ആയി കാണും അല്ലേ. പിന്നെ നമുക്ക് വീണ്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കോളേജിൽ നമ്മൾ ഫസ്റ്റായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടും അല്ലേ. കുറേ ആൾക്കാർ നമ്മൾ പരിചയപ്പെടും. ക്ലാസ്സിലുള്ള നമ്മൾ ഫ്രണ്ട്സായിട്ട് കീപ്പ് ചെയ്യാൻ ചില ആൾക്കാർ പോയിട്ട് ആദ്യമേ തന്നെ പോയി ഒരു വലിയ ഗ്യാങ് ഒക്കെ ഉണ്ടാക്കി വെക്കും, വലിയൊരു ഗ്യാങ്. പക്ഷേ ലാസ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും ഈ ഗ്യാങ്ങിൽ അവശേഷിക്കുന്നത് ചിലപ്പോൾ 2 3 ചിലപ്പോൾ ഒരാളായിരിക്കും. ഇതൊരു നേക്കഡ് ട്രൂത്താണ്, ഇതൊരു നഗ്നമായ സത്യമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഹാപ്പനിങ് എവറിവെയർ. ബിക്കോസ് നമ്മൾ പോയ സമയത്തും നമ്മുടെ കോളേജിലായാലും ഒരു വലിയ ഗ്യാങ് ഒക്കെ കീപ്പ് ചെയ്ത് കൊണ്ടുപോയി അവസാനം ആ ഗ്യാങ് ഒക്കെ പൊട്ടിപ്പാളീസായി. ആ ഗ്യാങ്ങിലുള്ള പലരും പല വഴിക്കായി, പലരെയും കുറിച്ച് പലതും പറഞ്ഞ് ഭയങ്കര പ്രശ്നമായ കുറേ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ മുന്നിൽ ചിരിച്ച് നിങ്ങളെ കൂടെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാരും നിങ്ങൾക്ക് വേണ്ടി നല്ലത് വരുത്തണേന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരണേന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരോ ആയിരിക്കണമെന്നില്ല. നിങ്ങൾക്കിതൊന്നും മനസ്സിലാവൂല. ബിക്കോസ് നമ്മളാരും ദൈവങ്ങളോ അല്ലെങ്കിൽ നമ്മളാരും ആൾക്കാരെ മനസ്സ് വായിക്കുന്ന ആൾക്കാരോ അല്ല. ബിക്കോസ് നമുക്കറിയില്ല. ഇപ്പം നമ്മളടുത്ത് ഒരാൾ ചിരിച്ച് നല്ല രീതിയിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയാൾക്ക് നമ്മളടുത്ത് ഭയങ്കര സ്നേഹമാണ് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമാണെന്ന് നമ്മൾ വിചാരിച്ചു പോകും. അത് സ്വാഭാവികം, അതെല്ലാ മനുഷ്യരും ചെയ്യും. പക്ഷെ നമുക്ക് കുറേ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകുമ്പോഴേ ഇവരുടെയൊക്കെ തനി കോണം മനസ്സിലാവത്തുള്ളൂ. ബിക്കോസ് ആൾക്കാരെങ്ങനെയാണ്, ആരുടെയും ഒറിജിനൽ മുഖം കാണിക്കാൻ ആഗ്രഹിക്കില്ല. ഫേക്കായിട്ട് നിൽക്കുന്നതാണ് ആൾക്കാർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ അത് മനസ്സിലാക്കി ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിങ്ങൾ അവസാനം ദുഃഖിക്കും എന്ന് ഞാൻ പറയുന്നു. ബിക്കോസ് ഒരു അനുഭവസ്ഥ പറയുന്നതായിട്ട് നിങ്ങൾ കണക്കാക്കുക. കോളേജിൽ ജോയിൻ ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അറ്റൻഡൻസ് നിങ്ങൾ എന്ത് ചെയ്താൽ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക. എന്നും പറഞ്ഞ് ലീവ് എടുക്കാതെ എന്നും കോളേജിൽ പോകണം എന്നല്ല പറയുന്നത്. ഓരോ കോളേജിനും ഓരോ ക്രൈറ്റീരിയ ആയിരിക്കുമല്ലോ. ഇപ്പം ചിലടത്ത് 75, ചിലടത്ത് 80 അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾ ലീവ് എടുക്കാൻ നോക്കുക കേട്ടോ. ഒരിക്കലും അറ്റൻഡൻസ് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെയൊക്കെ കോളേജിൽ അറ്റൻഡൻസ് ഷോർട്ടേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. നമ്മളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാമോ അത്രത്തോളം അവർ ബുദ്ധിമുട്ടിക്കും. അത് അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അലോഷ്യസിൽ പഠിച്ചവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് അറ്റൻഡൻസ് നിങ്ങൾ 75 ആണെങ്കിൽ 75, 80 ആണെങ്കിൽ 80 അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക. എന്നും പറഞ്ഞ് എന്നും കോളേജ് വരണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ലീവ് എടുക്കാം, പക്ഷെ അത് നോക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലീവ് എടുക്കാം. സെക്കൻഡ് തിങ്, എക്സാം പാസ്സാവുന്നത്. നിങ്ങൾ എങ്ങനെയായാലും പാസ് മാർക്ക് മേടിച്ചെങ്കിലും ജയിച്ചു പോവുക. അതൊരു വലിയ ഫാക്ടറാണ്. ഈ സപ്ലി എക്സാം ഒക്കെ എഴുതി അങ്ങനെയൊക്കെ പോകാൻ അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. എന്നും പറഞ്ഞ് സപ്ലി കിട്ടുന്നവർ മോശക്കാരെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും നിങ്ങൾ പാസ്സായി പോകാനുള്ള മാർക്കെങ്കിലും മേടിക്കുക. അത്രയെങ്കിലും പഠിച്ചുകൊണ്ട് പോയി മേടിക്കുക. ബിക്കോസ് നമുക്ക് ഇപ്പം സപ്ലി എഴുതുന്നതിനെക്കാട്ടിൽ എന്തുകൊണ്ട് നല്ലത് പാസ്സാവുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ് സപ്ലി കിട്ടിക്കഴിഞ്ഞാൽ വിഷമിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പാസ് മാർക്ക് മേടിച്ച് പോകാൻ നോക്കുക. ബിക്കോസ് ചിലപ്പം നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ കളിച്ച് ചിരിച്ച് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ തരത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കും ഉണ്ടായിരിക്കും. പക്ഷെ ചിലപ്പോൾ അവർ പാസ്സായി പോകും, നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കും വാഴ സിനിമ പോലെ. അതുപോലെ ആവാതിരിക്കുക. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കളിക്കേണ്ട സമയത്ത് കളിക്കുക, അതൊക്കെ എല്ലാം ഉണ്ട്. പക്ഷേ പഠിക്കുക അല്ലെങ്കിൽ പാസ് മാർക്ക് മേടിക്കുക എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. പാസ് മാർക്ക് മേടിച്ച് ജയിക്കുക എന്നുള്ളത്. ബിക്കോസ് നിങ്ങൾക്ക് പാസ്സാവണം, പാസ്സായാലേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, മണി മാറ്റേഴ്സ്. പൈസ എന്ന് പറഞ്ഞ സാധനം. ഇപ്പോൾ നമ്മൾ ഹോസ്റ്റലിലൊക്കെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ പൈസ എങ്ങനെ പോകുന്ന വഴി നമുക്കറിയില്ല. ബിക്കോസ് നമ്മളൊന്ന് പുറത്തിറങ്ങിയാൽ മതി, ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചായ കുടിക്കാമെന്നും പറഞ്ഞ് പുറത്തിറങ്ങിയാൽ മതി, കയ്യിൽ നിന്ന് പൈസ പോകുന്ന വഴി നമുക്കറിയില്ല. അത്രക്കും നമ്മൾ ചിലവാക്കും. അതുകൊണ്ട് ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നവർ, നമ്മുടെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഫിനാൻഷ്യലി അവർ ചിലപ്പോൾ ഭയങ്കര ഹൈ ആയിരിക്കും. ചിലപ്പോൾ അവർക്ക് ഒത്തിരി പൈസ ചിലവാക്കാനുണ്ടായിരിക്കും. അത് കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ചിലവാക്കാൻ നിൽക്കരുത്. ബിക്കോസ് ചിലപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അത്രക്കും ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ അത്യാവശ്യം പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. ഇവരെ കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, അവർ എന്നാൽ ഞാനും ചിലവാക്കും എന്ന് വിചാരിച്ച് ചിലവാക്കി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. അതുകൊണ്ട് പൈസ നമ്മൾ സേവ് ചെയ്യാൻ നോക്കുക, മാക്സിമം നമ്മൾ സേവ് ചെയ്യാൻ നോക്കുക. ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പിള്ളേരുടെ ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞ് പുറത്ത് പോയി ഫുഡ് കഴിക്കരുത് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ തന്നെ അടയിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ സേവ് ചെയ്യാൻ ശ്രമിക്കുക, ചിലവാക്കേണ്ടടുത്ത് ചിലവാക്കുക, അനാവശ്യ ചിലവ് ഒഴിവാക്കുക, ബാക്കിയുള്ളവരുടെ കൂടെ താളത്തിനൊത്ത് തുള്ളാൻ നിൽക്കരുത്.
സോ ഇനി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ബിക്കോസ് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് അത് റിലേറ്റബിൾ ആവും. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ BSc എടുത്തത് ബയോകെമിസ്ട്രിയും മൈക്രോബയോളജിയും ആയിരുന്നു, ഡബിൾ മെയിൻ ആയിരുന്നു. പക്ഷേ ഞാൻ MSc എടുത്തത് ഫുഡ് സയൻസ്, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് ആയിരുന്നു. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഷിഫ്റ്റ് നടത്തി എന്നുള്ളതിനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു. എനിക്ക് ഉത്തരമില്ല. ബിക്കോസ് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് കൊടുക്കുന്ന കോഴ്സ് ഫുഡ് ടെക്കാണ്. എനിക്കത് കിട്ടിയില്ല. അപ്പം ഞാൻ എൻ്റെ എനിക്ക് അവിടെ പഠിക്കണം എന്നൊരാഗ്രഹം കൊണ്ടും എന്തോ അപ്പോഴത്തെ ഒരു ഇതുകൊണ്ടും ഞാൻ ന്യൂട്രീഷൻ എടുത്തു എന്നാണ്. പക്ഷെ എനിക്കറിയാം ഈ ഒരു ഫീൽഡ് എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് എൻ്റെ കയ്യിൽ നിൽക്കുന്നൊരു കോഴ്സ് അല്ല എന്നൊക്കെ മനസ്സിലായി. പക്ഷേ എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ പഠിച്ചു, ഞാൻ പാസ്സായി. ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നു, എനിക്ക് ആ ഒരു ടൈം തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഡിസിഷൻ മാറ്റിയേനെന്ന്. എനിക്കറിയില്ല. ബിക്കോസ് ആ ഒരു മൊമെൻറ്റ് ഞാനിത് എടുത്തു പഠിച്ചു. പിന്നെ ഇപ്പം ഞാൻ റിയലൈസ് ചെയ്യുന്നു അത് വേണ്ടായിരുന്നു എന്നുള്ളത്. ബിക്കോസ് നമ്മളാരും അത്രയും പെർഫെക്റ്റ് അല്ല. നമുക്ക് ചില സമയത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ശരിയാവണം എന്നില്ല. പക്ഷെ ആ ഡിസിഷൻ ഇപ്പം ഞാൻ എടുത്ത ഈ ഡിസിഷൻ ശരിയല്ല എന്ന് ഞാനിപ്പം എന്താ പറയുക, എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനി അത് മാറ്റാനും പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോഴും ഞാൻ കൺഫ്യൂഷനിലാണ്, ഞാൻ ഏത് ഫീൽഡിലോട്ട് മാറണം. ബിക്കോസ് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോഴും ഞാൻ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പിള്ളേരെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. ബിക്കോസ് നിങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും അറിഞ്ഞും കേട്ടും ഒക്കെ എടുക്കുക. ബിക്കോസ് അല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. ബിക്കോസ് നമുക്കിനി എന്താ ചെയ്യേണ്ടത്, എങ്ങോട്ടാ എന്നുള്ള ഒരു വല്ലാത്തൊരവസ്ഥയായിരിക്കും. അത് വരാതിരിക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. കോഴ്സ് എടുക്കുന്നതും കോളേജ് ചൂസ് ചെയ്യുന്നതും എന്നും പറഞ്ഞ് ഈ കോഴ്സ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒരിക്കലും ആ കോഴ്സിനെ ആ കോളേജിനെ ഒന്നും കുറ്റം പറയില്ല. ഇത് എൻ്റെ പേഴ്സണൽ ഡിസിഷനായിരുന്നു. അതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. അത് വേറെ ആരുടെയും തലയിൽ കൊണ്ടിടാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഞാൻ എടുത്ത ഡിസിഷനാണ് PGക്ക് പോകണം എന്ന് പറഞ്ഞത് ഈ കോഴ്സ് എടുത്തത്. ബട്ട് ഇത് നല്ല കോഴ്സാണ്. ഇത് ഇഷ്ടപ്പെട്ട് പഠിച്ചു പോകുന്ന ഒത്തിരി പേരുണ്ട്, അവർക്കിത് ഓക്കെയാണ്. പക്ഷെ എനിക്കിപ്പോൾ റിയലൈസ് ചെയ്യുന്നു എനിക്കിത് അത്ര ഓക്കെ ആയിട്ട് എൻ്റെ പേഴ്സണലി എനിക്കത് ചിലപ്പോൾ ഓക്കെ ആവാതിരിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യം കുറച്ച് പേർക്കെങ്കിലും റിലേറ്റബിൾ ആണെന്ന് എനിക്കറിയാം. കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ ഉള്ള ഒരു ബെൽ ബട്ടനോട് നിങ്ങൾ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.